ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ രസകരമാകുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മുൻപ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എക്സ്കവേറ്റർ മെഷീനെക്കുറിച്ചും ബോബ് ക്യാറ്റും JCB തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നൊരു വീഡിയോ ഇട്ടിരുന്നത്. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇന്ന് ഞാൻ രസകരമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്കവേറ്റർ വെച്ച് അല്ലെങ്കിൽ ബോബ് ക്യാറ്റ് മെഷീൻ വെച്ച് കരിങ്കല്ലുകൾ പൊട്ടിക്കുന്ന രസകരമാകുന്ന ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം എക്സ്കവേറ്റർ വെച്ച് അല്ലെങ്കിൽ ബോബ് ക്യാറ്റ് എന്ന മെഷീൻ വെച്ച് കരിങ്കല്ലുകൾ പൊട്ടിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ഒരു 10-20 വർഷം മുമ്പൊക്കെ കരിങ്കല്ലുകൾ പൊട്ടിക്കുന്നത് നല്ല ആരോഗ്യവാന്മാരായ ആളുകൾ കൂടമെന്ന ഇരുമ്പ് തണ്ട് വെച്ച് അടിച്ചായിരുന്നു കല്ലുകൾ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എത്രത്തോളം കല്ല് പൊട്ടിക്കും, അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്താണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കരിങ്കല്ലുകൾ പൊട്ടിക്കുവാൻ വിവിധ തരം ആധുനിക സജ്ജീകരണങ്ങൾ വന്നതിൻ്റെ ഭാഗമായി JCB ബ്രേക്കർ എന്ന മെഷീൻ ഘടിപ്പിച്ച് കല്ലുകൾ എത്ര കരിങ്കല്ലുകളായാലും അത് പൊട്ടിക്കാൻ കഴിയുമെന്നുള്ളത്, ഏറ്റവും വേഗത്തിൽ പൊട്ടിക്കാൻ കഴിയും എന്നുള്ള ഒരു വീഡിയോ ആയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബോബ് ക്യാറ്റ് എന്ന മെഷീൻ, എൻ്റെ സുഹൃത്തിൻ്റെ മെഷീൻ വെച്ച് കരിങ്കല്ലുകൾ പൊട്ടിക്കുന്ന രസകരമാകുന്ന ഒരു നിമിഷമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. അപ്പം കരിങ്കല്ല് പൊട്ടിക്കുന്ന വിധങ്ങൾ, ആ മെഷീൻ്റെ പവറുകൾ എന്താണ് എന്നൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി എൻ്റെ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നീ അത് ഇടിച്ച് പൊട്ടിക്കാൻ അത്രയും കൂട്ടിയത്. പിന്നെ ഈ കല്ല് നമ്മൾ ഉടനെ എടുക്കുന്നതല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. നീ